ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, ഹോർമോൺ ഇംബാലൻസസ് എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ഇതെല്ലാം നമ്മുടെ ശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ശൈലി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി ഒക്കെ നമുക്ക് ഫിറ്റായി ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നത്. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ട് തന്നെ എണീക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താ അന്നത്തെ ഒരു ദിവസം നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് ക്ലീനിങ് പ്രോസസ്സ് നടക്കും. അതിലൂടെ നമ്മുടെ ഡൈജഷനൊക്കെ നല്ല കറക്റ്റായിട്ട് വരാനും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു എനർജി ലെവൽ എടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു രീതിയാണ് രാവിലെ തന്നെ കുടിക്കുന്ന വെള്ളം. അതുപോലെ 8 ഗ്ലാസ് വെള്ളം നമ്മളൊരു ദിവസം തന്നെ കുടിക്കാനായിട്ട് നോക്കുക. അത് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടൊക്കെ ഇത്തിരീശൊക്കെ കുടിക്കാനായിട്ട് നോക്കുക. ഒരിക്കലും ഭക്ഷണത്തോടൊപ്പം കുടിക്കാതെ കുറച്ച് മുന്നോ ശേഷമൊക്കെ ആയിട്ട് നമ്മളൊന്ന് കുടിക്കുകയാണെങ്കിൽ അത് ഡൈജഷന് ഒരു കുഴപ്പമില്ലാതെ നടന്നോളും. അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ്, ആ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നേന്ത്രപ്പഴം, ബദാം, കപ്പലണ്ടി, അതുപോലെ റാഗി, എള്ള്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, പിന്നെ തൈര്. ഉച്ചയ്ക്കൊക്കെ കുറച്ച് തൈരൊക്കെ കൂട്ടി കഴിക്കുന്നത് നമ്മുടെ വയറിന് നല്ല ബാക്ടീരിയാസ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഡെയിലി ബേസിസിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. കുറച്ച് അതായത് ഫുഡിന് ശേഷം കുറച്ച് തൈര്, ഫുഡിനോടൊപ്പം കഴിക്കുന്നേക്കാളും കൂടുതൽ പ്രോബയോട്ടിക് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ട് കുറച്ച് ചോറിൻ്റെ കൂടെ ഒരു തൈര് കഴിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് അന്നത്തെ ഒരു ദിവസത്തിൻ്റെ എനർജി നമ്മൾ മൊത്തത്തിൽ തരുന്നത്. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ നടന്നുകൊണ്ട് കഴിക്കുന്നത്, നിന്നുകൊണ്ട് കഴിക്കുക, അതൊന്നും നമ്മൾ ഭക്ഷണത്തോട് റെസ്പെക്റ്റ് ഉണ്ടല്ലേ, ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുക. ചിലപ്പോൾ നല്ല ടെൻഷനൊന്നും വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കരുതെന്ന് പറയും. എന്താ വെച്ചാൽ നമുക്ക് ആ ഡൈജഷൻ പ്രോപ്പർ ആവില്ല. അതുകൊണ്ട് നല്ല ടെൻഷൻ വരുമ്പോഴും ഭയങ്കരമായിട്ട് വിഷമൊക്കെ ഉള്ള സമയത്ത് നമ്മളൊന്ന് അത് കുറച്ച് നീക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കൃത്യമായിട്ട് സ്ത്രീകളൊക്കെ പ്രസവം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു മരുന്ന് കഴിക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് മരുന്ന് കഞ്ഞികൾ, മരുന്നുണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ശരീരത്തിന് ഒരുപാട് ഉണർവുണ്ടാവാനും അതുപോലെ തന്നെ നല്ല പോഷകങ്ങൾ കിട്ടാനൊക്കെ സഹായിക്കും. ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ ഒരുപാട് ഹോർമോൺ ഇംബാലൻസസ് വരുന്നതാണ്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഫുഡ് ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ മാസം കർക്കിടകമാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് മുതിര, അതുപോലെ എള്ള്, മരുന്നുണ്ടകൾ, ഇതൊക്കെ കഴിക്കുന്ന ഒരു രീതികളൊക്കെ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫ് കിട്ടാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക.